ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കാണുന്നവർ വിചാരിക്കും, പാഷൻ ഫ്രൂട്ട് അല്ലേ, അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 2 മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് അത്ര പഴുത്തിട്ടില്ല. അപ്പം നല്ല പഴുത്ത 2 പാഷൻ ഫ്രൂട്ട് നെടുകെ കീറിയിട്ട് ഞാൻ അതിൻ്റെ അകത്തുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യുവാണ് കേട്ടോ. അതൊന്ന് കത്തി വെച്ചൊന്ന് കുത്തിയിട്ട് കീറി എടുത്താൽ മതി, അല്ലാണ്ട് നമ്മൾ കയറാൻ നോക്കിയാൽ നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ വരുന്ന പഴുപ്പ് പോലത്തെ സാധനം നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ആക്കുകയാണ്, ചെറിയ ബൗളിലേക്ക്. 2 തന്നെ മതി. ഇച്ചിരി അത്യാവശ്യം വേണ്ടുവോളം ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ 2 ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഞാനത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പുളി അറിയാമല്ലോ, നല്ല പുളിയുണ്ട്. അപ്പം ഞാനൊരു 8 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള സാധനം തന്നെയാണല്ലോ. അപ്പം ഞാൻ 8 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തു ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല തണുപ്പിച്ച വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുമെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പാഷൻ ഫ്രൂട്ടിൻ്റെയും തണുത്ത വെള്ളത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനത് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് അരിച്ചെടുക്കാം, കാരണം അതിൻ്റെ കുരുവൊക്കെ ഉണ്ട്. അരിച്ചെടുക്കാണ്ട് കുടിച്ച് അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കേട്ടോ ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ജ്യൂസിനെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ഐസ് ക്യൂബ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കസ്കസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇതിൻ്റെ മീതത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡാണെന്നുള്ള എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇപ്പം പാഷൻ ഫ്രൂട്ടല്ലേ ഭയങ്കര പുളിയായിരിക്കും, അതുകൊണ്ട് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഉടനെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.